നമ്മളിപ്പോഴേ പെട്ടെന്നൊരു യാത്ര വന്നതാണ് കേട്ടോ. അട്ടപ്പാടിത്തെ ഒരു സ്ഥലത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമ്മൾ മുള്ളി ചെക്ക് പോസ്റ്റിൽ വന്നിരുന്ന സമയത്ത് അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡന്മാരുണ്ടല്ലോ, മുള്ളി തമിഴ്നാട് ചെക്ക് പോസ്റ്റില്. അപ്പൊ അവര് ഞങ്ങള് സ്ഥിരമായിട്ട് ഒരു വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ചെക്ക് പോസ്റ്റ്. അപ്പൊ അവിടുത്തെ സാർമാരായിട്ട് ഞങ്ങൾക്ക് നല്ല പരിചയം ഒക്കെ ഉണ്ട് കേട്ടോ. അവർ കാണുമ്പോഴൊക്കെ നമ്മളോട് നല്ല സംസാരിക്കാറുണ്ട്, നമ്മൾ അവരോട് സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ന് വന്ന് അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്താ വന്നേക്കണേ ഇന്നൊക്കെ ചോദിച്ച സമയത്ത് നമ്മളിങ്ങനെ മഞ്ചൂരൊന്ന് പോവാന്നൊക്കെ വിചാരിച്ച് വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം വൈകി, ഇനിയിപ്പോൾ പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. ബസ്സിന് പോവുകയാണെങ്കിൽ ബസ്സിലേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ കേരള വണ്ടി പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ, പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് തമിഴ്നാട് ഇലക്ഷൻ നടക്കാറുള്ളത് കൊണ്ട് ഭയങ്കര ചെക്കിംഗ് ആണ്. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്, തമിഴ്നാട് വണ്ടികളും എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇനി മഞ്ചൂര് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഒരുപാട് സമയം വൈകും. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ മഞ്ചൂര് പോകണ്ട, ഇപ്പോൾ വേണമെങ്കിൽ ഒരു പെട്ടെന്ന് പോകണമെന്ന് നിർബന്ധമാണോ ചോദിച്ചു എവിടെയെങ്കിലും. അപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പില്ലൂർ ഡാമിലേക്ക് പോകാനുള്ള ഒരു ബസ് വരും. അപ്പോൾ ആ ഡാമിൽ പോയി കണ്ട് 10 മിനിറ്റ് ആ ഡാം അവിടെ ബസ് അവിടെ നിർത്തി തിരിച്ചു വരും. അപ്പോൾ ആ ബസ് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ചു നേരം കാട്ടുകൂടെയൊക്കെ പോയി യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ജീവിതത്തിൽ മുള്ളി വഴി ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിലും മുള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് വന്നാൽ ആ ബ്രിഡ്ജ് കഴിഞ്ഞതും വലതുവശത്തേക്ക് ഒരു വഴി കട്ടാവുന്നുണ്ട്. അതാണ് പില്ലൂർ ഡാമിലേക്ക് പോകാനുള്ള വഴി. ആ ഒരു വഴി എപ്പോഴും കാണുക, നോക്കി നിൽക്കുക എന്നല്ലാതെ അതുവഴി നമ്മൾ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ആ ഫസ്റ്റ് ടൈമാണ് ആ വഴി നമ്മൾ യാത്ര ചെയ്യുന്നത്. അതും ബസ്സിലാണ് കേട്ടോ വന്ന്. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് റോഡ് തന്നെയാണ്. ഇപ്പൊ നല്ല ഡ്രൈ ടൈം ആയതുകൊണ്ട് നല്ല പറ്റ ഉണങ്ങി കിടക്കുകയാണെങ്കിലും ആ വെള്ളങ്ങൾ പോകുന്ന വഴികളും വറ്റി വരേണ്ട ഒരുപാട് പുഴകളുണ്ട്, ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ വറ്റി വരേണ്ട കിടക്കുന്നുണ്ട്. നമ്മൾ മഴക്കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നമ്മൾ അവിടുന്ന് കാണുമ്പോൾ വിചാരിക്കും കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ കാട് കഴിഞ്ഞു. പക്ഷെ അത്ര ഒരുപാട് ദൂരം ഏകദേശം നമുക്ക് ഒരു 3/4 മണിക്കൂറോളം ട്രാവൽ ചെയ്താലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്തെത്തുന്നത്. നമ്മുടെ ബേക്കിൽ കാണുന്നത് പില്ലൂർ ഡാമാണ് കേട്ടോ. ഡാമിന്റെ അടുത്തേക്ക് പോകാൻ താഴത്തൊരു വഴിയുണ്ട്, പക്ഷെ നമുക്ക് പോകാനുള്ള സമയമല്ല. കാരണം നമ്മൾ അവിടേക്ക് നടന്നു പോയി തിരിച്ചു വരുമ്പോഴേക്കും ബസ് നമ്മൾ പാസ് ചെയ്ത് പോകും. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഇത് കാണാനേ പറ്റുള്ളൂ. നമുക്ക് ഇത്ര ദൂരത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അടുത്തേക്ക് പോലുള്ള വഴിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ബസ് ഒരു 10 മിനിറ്റ് നേരെ ഗ്യാപ്പുള്ളൂ. അത് കഴിഞ്ഞ് ബസ് തിരിച്ചു പോകും. അതിന് മുമ്പ് നമ്മൾ ഇവിടെ തന്നെ എത്തണം. ചിലപ്പോൾ എത്താൻ പറ്റില്ലെങ്കിൽ ബസ് പോയാൽ പിന്നെ നമുക്ക് ബസ് കിട്ടില്ല ഇവിടുന്ന് പോകാൻ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ അത് ഇവിടുന്ന് കണ്ടാസ്വദിക്കാൻ കേട്ടോ. ഒരുപാട് കാലമായിട്ട് ഈ ഡാമിന്റെ കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ. ഒരു മഴക്കാലത്ത് ഒരു കടലുമാരി ആർത്തുറച്ചു വരുന്ന നമ്മുടെ ഭവാനി പുഴനെ തടഞ്ഞു നിർത്തുന്ന ഡാമാണ് കേട്ടത് ഈ കാണുന്നത്. ഇപ്പോ നമ്മൾ ഈ ഡാം കണ്ട നമുക്ക് വലിയൊരു രസമൊന്നും തോന്നില്ല എങ്കിലും മഴക്കാലത്ത് നമ്മൾ ഇതുവഴി വരികയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. കാരണം ഇവിടെ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു 4-5 പുഴകളും 5-6 വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കവർ ചെയ്ത് ക്രോസ് ചെയ്തിട്ടാണ് വന്നിരുന്നത്. പക്ഷെ ഒക്കെ ഇപ്പൊ നമ്മുടെ നാടുമാരി തന്നെ ഒക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്, ഒക്കെ ഡ്രൈ ആണ്. ഒരു മഴക്കാലത്തൊക്കെയാണ് ഇതുവഴി വരുന്നതെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ലായിരിക്കും കേട്ടോ. അബ്ബാറ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ വരുന്ന വഴിക്ക് അനിമൽ സൈറ്റിങ്ങിന് ചാൻസ് കൂടുതലാണ്. ഫുള്ള് റോഡ് കൂടെ ആനപ്പിണ്ടങ്ങളൊക്കെ നിറച്ച് കിടക്കുന്നുണ്ട്. പിന്നെ അനിമലിനെ സൈറ്റ് ചെയ്യുക, സ്പോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ